ഒരു പെൺകുട്ടിയുടെ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ മുഴുവൻ കരയിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ലൈംഗിക തൊഴിലാളിയായി ജോലി ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ പൊള്ളിക്കുന്ന അനുഭവങ്ങളും കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളും തുറന്നുകാട്ടിയിരിക്കുന്നത് ഹ്യൂമൻസ് ഓഫ് ബോംബെയുടെ ഫേസ്ബുക്ക് പേജാണ്. 10 വയസ്സുള്ളപ്പോൾ എനിക്ക് അച്ഛനെ നഷ്ടമായി. രോഗിയായ അമ്മയുടെയും കുഞ്ഞനുജത്തിയുടെയും വിശപ്പടക്കാൻ പഠനം ഉപേക്ഷിച്ച ഞാൻ കൊൽക്കത്തയിലെ ഫാക്ടറിയിൽ ജോലിക്ക് പോയി. എന്നാൽ ഫാക്ടറി പൂട്ടിയതോടെ തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ ഒരു യുവതിയെ പരിചയപ്പെട്ടു. അവർ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തു. അതിനാൽ സ്നേഹപൂർവ്വം അവർ വാങ്ങിത്തന്ന ചായയും കേക്കും ഞാൻ കഴിച്ചു. പിന്നാലെ ബോധം പോയ ഞാൻ കണ്ണു തുറന്നപ്പോൾ പൂനെയിലായിരുന്നു. അവരെന്നെ ബെഡി ദീദിക്ക് വിറ്റെന്ന് അവിടെയുള്ളവർ പറഞ്ഞു തന്നു. 30ഓളം പെൺകുട്ടികൾ അവിടെയുണ്ടായിരുന്നു. അവിടെ വരുന്ന പുരുഷന്മാരോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബെഡി ദീദി എന്നെ നിർബന്ധിച്ചു. ഞാനവ പ്രതിരോധിച്ചു. എന്നാൽ പ്രതിരോധിക്കാനുള്ള ഓരോ ശ്രമവും ശരീരത്തിൽ വടുക്കളായും ആഴമുള്ള മുറിവുകളായും മാറിക്കൊണ്ടിരുന്നു. അവരെന്നെ ഇരുമ്പുവടി കൊണ്ട് പൊതിരെ തല്ലി. എന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുള്ള മെഴുക് ഉരുക്കിയൊഴിച്ചു പൊള്ളിച്ചു. ജനാലയിലൂടെ എന്നെ പുറത്തേക്കെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരിക്കൽ അവർ എന്നെ തള്ളിയിട്ടു. ഉയരത്തിൽ നിന്ന് വീണ് എന്റെ പല്ലുകൾ നഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ശരീരം വിൽക്കാൻ തയ്യാറാകുന്നതുവരെ 2 മാസത്തോളം ക്രൂര പീഡനം തുടർന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് വഴങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. 10-12 പുരുഷന്മാരോടൊപ്പം ശയിക്കേണ്ടി വന്നു. എന്റെ ശരീരം വല്ലാതെ വേദനിച്ചു. രാത്രി മുഴുവൻ ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു. രക്ഷപ്പെടാൻ പല ശ്രമങ്ങളും ഞാൻ നടത്തി. പ്രധാന വാതിലിൽ കാവലുണ്ടായതിനാൽ പലതും പരാജയപ്പെട്ടു. 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആർത്തവം ഒഴിവാക്കാൻ അവർ മരുന്നുകൾ തന്നു തുടങ്ങി. ഇതോടെ രക്തസ്രാവവും വേദനയും കൊണ്ട് ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. ആ അവസ്ഥയിലും പുരുഷന്മാർക്കൊപ്പം ഉറങ്ങുന്നതിൽ നിന്ന് അവരെന്നെ ഒഴിവാക്കിയില്ല. എന്റെ അടുക്കൽ വന്നിരുന്ന ഒരാൾ പോലീസുകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അതിജീവനത്തിനുള്ള വഴികൾ തുറന്നത്. എന്റെ വേദന അയാൾ തിരിച്ചറിഞ്ഞതോടെ പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു. അദ്ദേഹം എനിക്ക് കൊൽക്കത്തയ്ക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു തന്നു. എന്നെ തനിക്കൊപ്പം കൊണ്ടുപോകുകയാണെന്ന് അദ്ദേഹം ബെഡി ദീദിയെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടു. യാത്രാ ചെലവിനായി അദ്ദേഹം എനിക്ക് 3000 രൂപ നൽകുകയും ചെയ്തു. 6 വർഷത്തിനു ശേഷമാണ് ഞാൻ എന്റെ അമ്മയെ കണ്ടത്. എന്റെ യാതനകൾ അമ്മയോട് തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഈ കഥകൾ അറിഞ്ഞാൽ അമ്മ ആ നിമിഷം ഹൃദയം പൊട്ടി മരിക്കും. വീണ്ടും ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഒരു എംബ്രോയിഡറി ഫാക്ടറിയിൽ ജോലി ചെയ്തു തുടങ്ങി. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വാങ്ങണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. മുറിവുകൾ ഇനിയും കരിഞ്ഞിട്ടില്ല. എന്റെ ജീവൻ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, എന്നോട് ക്രൂരത കാണിച്ച ദീദി, ഇവരെല്ലാം മനുഷ്യരായിരുന്നു. ലോകത്ത് നല്ലതും ചീത്തയുമുണ്ട്. നന്മയ്ക്കായി പോരാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.